ഞായറാഴ്ചകളിലും മുഴുവൻ മുസ്ലിംസും പള്ളിയിൽ പോകും. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകും, നിർബന്ധമാണ്. അതുകൊണ്ട് എന്താ, ഒരു ക്രിസ്ത്യൻ കുട്ടിയെ വിളിച്ച് എന്താ ബൈബിൾ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഇസ്ലാം കുട്ടിയെ വിളിച്ച് എന്താ ഖുറാൻ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം. ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച് ഭഗവത്ഗീതയ്ക്ക് എത്ര അധ്യായമുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. നിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ്. നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ്. അവർ ചോദിക്കും, നീ എന്തിനാ ഹിന്ദുവായ? കുട്ടി ചിന്തിക്കും, പറഞ്ഞോളെ ഞാൻ എന്തിനാ ഹിന്ദുവായ, എനിക്ക് അറിഞ്ഞുകൂടാ. നീ എന്തിനാ അമ്പലത്തിൽ പോന്നെ? അതെന്തിനാ അമ്പലത്തിൽ പോന്നെ? അമ്മ വിളിക്കുന്നു, ഞാൻ പോകുന്നു, അറിയില്ല. നിന്റെ ഗ്രന്ഥം എന്താ? അറിയില്ല. ഇവിടെയാണ് സ്വന്തം മതത്തോട്, സ്വന്തം സംസ്കാരത്തോട് മതിപ്പില്ലാതെ വരുമ്പോഴാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ പരാധീനതകൾ മുഴുവനും സാഗൂതം വീക്ഷിക്കുകയായിരുന്നു ഞാൻ. മുഖവരി എന്നോളം ഒരു ചിത്രം ഞാൻ പങ്കുവെക്കുകയാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഓണംപുള്ളി മുഹമ്മദ് ഫൈസി. ഇസ്ലാമിക പണ്ഡിതനാണേ, അതോടൊപ്പം സംസ്കൃതത്തിൽ ബിരുദമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്ന് ഒരു വേള ഒന്ന് കണ്ടു നോക്കും. വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്വൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഇനി വയം ആരംഭം കുർമഃ. പ്രഥമം ഏക സുഭാഷിതം പഠാമः. ഭവാൻ ഏക ശ്ലോകം പഠതി വാ? പഠതി. ഉദ്യമേനൈവ സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈഃ നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശന്തി മുഖേ മൃഗാഃ. ഉത്തമം. കണ്ടല്ലോ അല്ലേ? അവരാ ചൊല്ലുന്നത് സംസ്കൃത ശ്ലോകമാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വിശുദ്ധമായ ഖുർആൻ സ്വായത്തമാക്കുന്നതോടൊപ്പം തന്നെ സംസ്കൃത ഭാഷ പഠിക്കുന്നു, ശ്ലോകങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ആ ശ്ലോകങ്ങൾ സംസ്കൃത അധ്യാപകരോട് പങ്കുവെക്കുകയും ചെയ്യും. നയനമനോഹരമായ കാഴ്ചയല്ലേ? എൻ്റെ ഈ വീഡിയോ എന്നെങ്കിലും ഈ പ്രസംഗിച്ച കുട്ടി കാണുകയാണെങ്കിൽ മോളെ ഒരു വേള ഒന്ന് ചിന്തിക്കണം. ഈ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഈ സംസ്കൃത ശ്ലോകം പഠിക്കാൻ അവസരമുണ്ടായതുപോലെ, ഇത്തരമൊരു സംവിധാനമുള്ളതുപോലെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരന്റെ കുട്ടിക്ക് അവസരമുണ്ടോ? അങ്ങനെ പഠിക്കാനുള്ള ഏതെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. സംസ്കൃതത്തിൽ ബിരുദമെടുത്ത മുസ്ലിം പണ്ഡിതന്മാരുടെ അത്രയും ആചാര്യന്മാർ സംസ്കൃതത്തിൽ ബിരുദമെടുത്തവർ നമ്മുടെ നാട്ടിലുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ, ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ അവരുടെ കരങ്ങളിലുള്ള ഗ്രന്ഥമല്ലേ ഗീതയും രാമായണവും മഹാഭാരതവും ഒക്കെ? ശ്രീരാമന് വേണ്ടിയല്ലേ ഒരു പള്ളി തച്ചു തകർക്കുകയും അവിടെ ക്ഷേത്രം ഉയരുന്നത്? എന്തെങ്കിലും പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എന്നാൽ